ഓക്കെ, PDF കാണുന്നുണ്ടല്ലോ അല്ലേ? PDF നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും പേയ്മെന്റ് അല്ല, സോറി, ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. യെസ്, കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രിലിംസിന്റെ ലാഫോഴ്സയുടെ ഓക്കെ, നിങ്ങളുടെ പഠിത്തം പ്രോപ്പറായി നടക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പഠിത്തം ബ്രേക്കായി, അതായത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള പ്ലാൻ ആണ്. ഓക്കെ, എസ്പെഷ്യലി പ്രിലിംസ് 2020 ഈ വരാൻ പോകുന്ന പ്രിലിംസ്. ഓക്കെ, പ്രിലിംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മെന്റർഷിപ്പ് പ്ലസ് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് ഓൾറെഡി ഒരു PDF നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മുടെ ടൈം ടേബിൾ, നമ്മൾ ഇങ്ങനെയാണ് ക്ലാസ്സസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ലൈവ് സെഷൻ. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഞാൻ ഡെയിലി നമ്മുടെ ഈ ലാ ഫോഴ്സയുടെ മെയിൻ ചാനലിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എനിക്ക് കാണും കേട്ടോ. ലാ ഫോഴ്സയുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി ഡെയിലി നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടാവും, അതേപോലെ നമുക്ക് ഒരു മന്ത്ലി പ്ലാനും ഉണ്ടാവും. ഓക്കെ, വീക്ക്ലി പ്ലാനും മന്ത്ലി പ്ലാനും ഞാൻ ഓൾറെഡി നമ്മുടെ ലാ ഫോഴ്സ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് കലണ്ടർ സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാനത് ഈ ക്ലാസ്സിന് ശേഷം ഈ സാധനം ഫെബ്രുവരി 2025 മാർച്ച് ഏപ്രിൽ അതിനനുസരിച്ച് ഞാനൊരു കലണ്ടർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് പോയി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വീക്ക്ലി പ്ലാനും മന്ത്ലി പ്ലാനും അതിൽ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനി ഡെയിലി പ്ലാന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡെയിലി പ്ലാനുകൾ നിങ്ങൾക്ക് തരും. ഓക്കെ, എല്ലാ സബ്ജക്റ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ട്രാറ്റജി സെഷൻ ഉണ്ടാവും. എന്താണ് ഈ സ്ട്രാറ്റജി സെഷൻ? ഏത് ഭാഗത്തു നിന്നാണ് അല്ലെ, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പോളിറ്റി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ലക്ഷ്മികാന്ത് അല്ലെ. പണ്ടൊക്കെ നമുക്കിത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നില്ലെങ്കിൽ നമ്മളിത് പഠിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോ കുറച്ച് വർഷങ്ങളായി PSC ഉദ്യോഗാർത്ഥികളും UPSC ഉദ്യോഗാർത്ഥികളെ പോലെ തന്നെ ലക്ഷ്മികാന്താണ് പൊളിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ലക്ഷ്മികാന്ത് മുഴുവനൊന്നും നമുക്ക് ആവശ്യമില്ല. മുഴുവൻ ഭാഗങ്ങളോ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. എങ്ങനെ? ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ ആകാശത്ത് നിന്ന് എടുത്തിട്ടൊന്നുമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അത് പ്രോപ്പറായി അനലൈസ് ചെയ്ത് ഏത് പോർഷൻസ് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് ഈ പ്രിലിംസിന്റെ എക്സാമിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാം പൊളിറ്റിയിലൊക്കെ. അതൊക്കെ എങ്ങനെയാണ്, ഏത് പോർഷനിലാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്തിനാണ് നിങ്ങൾ തീരെയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ട് ഈ സ്ട്രാറ്റജി സെഷനിൽ പറഞ്ഞുതരും. നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്, ലക്ഷ്മികാന്ത് ഒക്കെ റിവിഷൻ ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇത് ചെയ്യണം അല്ലെ. ഫസ്റ്റ് ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം അല്ലെ. അല്ലാതെ ലക്ഷ്മികാന്ത് 1, 2, 3, 4 അങ്ങനെയാണ് നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊട്ടത്തരമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലെ. യെസ്, അതൊക്കെ ഞാൻ ഈ സ്ട്രാറ്റജി സെഷനിൽ പറഞ്ഞുതരും. അതാണ് ഈ സ്ട്രാറ്റജി സെഷൻ. ഓരോ ടോപ്പിക്കുകൾ, ഫോർ എക്സാമ്പിൾ പൊളിറ്റി സബ്ജക്ട് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വീഡിയോ റിലീസ് ചെയ്യും സ്ട്രാറ്റജി സെഷൻ. എക്കണോമിക്സ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു വീഡിയോ റിലീസ് ചെയ്യും. ഇത് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ PYQ അനാലിസിസ് ആസ് വെൽ ആസ് ആക്റ്റീവ് റീകോൾ സെഷൻ. PYQ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. പലരും ഇപ്പം ചുമ്മാ ക്വസ്റ്റ്യൻ വായിക്കുന്നു, റീഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഉത്തരം നൽകുന്നു അല്ലെ. അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് വന്നു, ഏത് രീതിയിൽ വന്നു അല്ലെ. PYQ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു 5 മാർക്ക് 6 മാർക്കൊക്കെ പോസിറ്റീവായിട്ട് കിട്ടും ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെക്കാളും. പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യണം.
ഓക്കെ, ആരോട് ചോദിച്ചാലും ഓരോ സബ്ജക്ട് എന്താണെന്ന് വേണ്ടതെന്ന് അറിയും പറഞ്ഞു തരില്ല സാർ. പറഞ്ഞുതരാം, നിലാവും നക്ഷത്രവും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്ലാസ് പ്രോപ്പർ ആയിട്ട് ഫുള്ള് കാണാം. ആക്റ്റീവ് റീകോൾ സെക്ഷൻ. ആക്റ്റീവ് റീകോൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആ ടൈം ടേബിൾ എടുത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് തേഴ്സ്ഡേ February 6 അല്ലെ, നമ്മുടെ ഫസ്റ്റ് മെന്റർഷിപ്പ് സെഷൻ. നാളെ രാവിലെ എന്ത് ചെയ്യും? നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ റെക്കോർഡ് നമ്മുടെ ലാഫോഴ്സ മെയിൻ ചാനലിലിടും. എങ്ങനെ നിങ്ങൾ പഠിക്കണം? ഓക്കെ, പൊളിറ്റി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എങ്ങനെ നിങ്ങൾ പൊളിറ്റി പഠിക്കണം. ഓക്കെ, ലക്ഷ്മികാന്ത് എങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, എല്ലാവരുടെ കയ്യിൽ ലക്ഷ്മികാന്ത് ബുക്കായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ PDF ആയിട്ട് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലെ? ആ, ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. റൈറ്റ്, കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ മെയിൻ ചാനലിൽ ഇടില്ല, ബട്ട് എന്നാലും ഇറ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. പറ്റുമെങ്കിൽ വാങ്ങിക്കുക. ഓക്കെ, ലക്ഷ്മികാന്ത് ഒക്കെ എന്തായാലും വാങ്ങിക്കുക. കേരള ഓക്കെ KS ഒക്കെ വരാൻ പോവാണ്. അപ്പൊ KS എക്സാമിനൊക്കെ ഈ ലക്ഷ്മികാന്ത് ഒക്കെ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം. അത് നമുക്ക് എന്തായാലും ഗുണം ചെയ്യുകയുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റെക്കോർഡഡ് സെക്ഷൻ ഇടും. ഓക്കെ, എങ്ങനെ പൊളിറ്റി പഠിക്കണം, ലക്ഷ്മികാന്ത് എങ്ങനെ യൂസ് ചെയ്യണം, ഏത് ടോപ്പിക് എന്നാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ചാർട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുമാ. ചില ടോപ്പിക്കുകൾ അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിള് എന്നിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഒരു മാർക്ക് കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ ഞാൻ ഇമ്പോർട്ടൻസ് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു റെക്കോർഡഡ് സെക്ഷൻ നാളെ രാവിലെ ഇടും. അതിനുശേഷം നിങ്ങൾ ഫ്രൈഡേ 7 തീയതി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ പൊളിറ്റി. ഓക്കെ, ഇന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. 8 തീയതി നിങ്ങൾ ഇന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. ഇതാ കണ്ടോ പൊളിറ്റിയുടെ ഇത് കണ്ടോ. ഈ വീക്ക് മൊത്തം നിങ്ങൾ പൊളിറ്റി പഠിക്കേണ്ടതാണ്. ഓക്കെ, 16 തീയതി എന്ത് ചെയ്യും? നമ്മൾ ഇത്രയും സമയം പഠിച്ചത് ആക്റ്റീവ് റീകോൾ ചെയ്യും. ഓക്കെ, ഇതെന്താണെന്ന് അറിയാൻ ഇത് ലൈവ് ആയിരിക്കും കേട്ടോ. ആക്റ്റീവ് റീകോൾ ലൈവ് ആയിരിക്കും. ഇത് റെക്കോർഡഡ് ആയിരിക്കും. ആക്റ്റീവ് റീകോൾ ലൈവ് ആയിരിക്കും. ആക്റ്റീവ് റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി സ്പീഡിൽ അനലൈസ് ചെയ്ത് പോകും. നിങ്ങൾ പഠിച്ചത് ശരിയാണോ, നിങ്ങൾ പഠിച്ചത് പ്രോപ്പറായി ചെയ്തോ, അല്ലെങ്കിൽ പഠിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. ഓക്കെ, ആക്റ്റീവ് റീകോൾ സെക്ഷൻ പഠിച്ചത് മുഴുവൻ നമ്മൾ A to Z മുഴുവൻ ഒറ്റ ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതാ എക്കണമിയുടെ സ്ട്രാറ്റജി വീഡിയോ കണ്ടോ 17. ഞാൻ എന്ത് ചെയ്യും? രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് എക്കണമിയുടെ സ്ട്രാറ്റജി വീഡിയോ ഞാൻ റിലീസ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, എക്കണമിക്സ് ഇവിടുന്ന് പഠിക്കണം അല്ലെ, എക്കണമിക്സ് എങ്ങനെ പഠിക്കണം. ഇപ്പം പലരും ബഡ്ജറ്റിന്റെ പുറകിലാണ് ഓടുന്നത്. PSCയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് അല്ലാന്നല്ല, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ PSCക്ക് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നീതി ആയോഗ് അല്ലെ, ഒരു നീതി ആയോഗ് ഉണ്ടാവും, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പാണ്. RBI ആൻഡ് റിപ്പോ റേറ്റ് അല്ലെ, RBI ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ പ്രിലിംസിലുണ്ട് അതേപടി ടോപ്പിക്. ഞാനാണ് എക്കണോമിക്സ് എടുക്കുന്നത്. ഓക്കെ, സോ ഐ നോ ഇറ്റ്. അപ്പൊ നമുക്ക് എക്കണോമിക്സിൽ ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബഡ്ജറ്റ് റീഡ് ചെയ്യണം, റീഡ് ചെയ്യേണ്ടെന്നല്ല, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പഠിക്കുന്ന ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, നമ്മൾ UPSC എക്സാം അല്ല, കേരള PSC എക്സാം ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എക്കണോമിക്സിന്റെ കറക്റ്റ് ആയിട്ട് കണ്ടോ നിങ്ങൾ. ഈ വീക്ക് മുഴുവൻ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കും. ഓരോ ദിവസവും രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. 24 തീയതി എന്ത് ചെയ്യും? നമ്മൾ എക്കണോമിക്സിന്റെ ആക്റ്റീവ് റീകോൾ അല്ലെ, എക്കണോമിക്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഏത് രീതിയിൽ പഠിച്ചു, നിങ്ങൾ പഠിച്ചത് എന്തൊക്കെയാണ്, PYക്കും കൂടി അനലൈസ് ചെയ്യും. ആക്റ്റീവ് റീകോൾ സെക്ഷൻ വിൽ ബി ലൈവ്. ഓക്കെ, ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, ഫ്രീ ആണ്. അതിനുശേഷം ഇതാ നിങ്ങൾ 28 പൊളിറ്റിയും എക്കണോമിക്സും റിവിഷൻ ചെയ്യണം. ഓക്കെ, ഈ PDF അല്ലെങ്കിൽ ഈ കലണ്ടർ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പോവുക, ഓക്കെ, കലണ്ടർ പോവുക, എടുത്തു നോക്കുക, കാണുക. ഓക്കെ, നിങ്ങൾ മിക്കവരും ഈ കലണ്ടർ കണ്ടവരായിരിക്കും, ഐ നോ ഇറ്റ്. ഓക്കെ, ഈ സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ സെക്ഷൻ കാണുന്നതെന്ന് വരെ എനിക്കറിയാം. ഓക്കെ, സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിന്റെ യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത മെന്റർഷിപ്പ് സെക്ഷൻ ഇതേപോലുള്ള മെന്റർഷിപ്പ് സെക്ഷൻ. ഓക്കെ, ഇത് ഫസ്റ്റ് മെന്റർഷിപ്പ് സെക്ഷൻ ആണ്. ഇതിനുശേഷം നമ്മൾ 2, 3, 4 2-3 മെന്റർഷിപ്പ് സെഷൻ കൂടി ഉണ്ടാവും. ഫസ്റ്റ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ, ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണ്. ഓക്കെ, നിങ്ങൾ 2 വർഷം 3 വർഷം PSC എക്സാമിന് പഠിച്ചോ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. പക്ഷെ നിങ്ങൾ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ യു ആർ ബിഗിനർ. നമ്മൾ എന്ത് ചെയ്യും? സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യും. ഫസ്റ്റ് പരിപാടിയാണ് സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ.
അല്ലെ? PSC പഠിക്കാൻ വരുന്ന ഒരാൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും? സിലബസ് ഇങ്ങനെ കാണുന്നു, സിലബസ് വലിയ സിലബസ് അല്ലെ? അതിൽ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്. ആ കുട്ടി എന്ത് ചെയ്യും? ഫസ്റ്റ് ആർട്സ്, കൾച്ചർ, സ്പോർട്സ് പഠിക്കാനിരിക്കും അല്ലെ? അതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അല്ലെ, അപ്പൊ നമ്മൾ സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യണം ബേസ്ഡ് ഓൺ ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ കോസ്റ്റ് ബെനിഫിറ്റ് അല്ലെ? അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു പേജ് പഠിച്ചാൽ 2 മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷെ അതിന്റെ സ്ഥാനത്ത് ഒരു 10 പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് 10 പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ്? 1 മാർക്കാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 10 പേജ് പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഈ 10 പേജ് പഠിക്കുന്നതിന് മുമ്പ് ഈ 2 പേജ് പഠിച്ച് 2 മാർക്ക് ഉറപ്പിക്കുക. ഇത് തന്നെയാണ് ഈ സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്ട് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ടീം എയും ടീം ബിയും. ഓക്കെ, നമുക്ക് ടീം എയും ടീം ബിയും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ ടീം എയും ടീം ബിയും കൂടി ചേരുമ്പോഴാണ് സക്സസ് ഉണ്ടാവുക. നിങ്ങൾ ടീം എനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വെരി വെരി ലെസ് ആണ്. നിങ്ങൾ നോക്കി ഇവിടെ 8 സബ്ജക്ട് ഉണ്ട് ടീം എയിൽ. ഓക്കെ, നമ്മൾ സിലബസിനെ ടീം എയും ടീം ബി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 8 സബ്ജക്റ്റ് ആണ് ഇവിടെ ടീം എയിലുള്ളത് അല്ലെ? 8 സബ്ജക്റ്റുകൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 8ഉം പിന്നെ ഹിസ്റ്ററിയിൽ നമുക്ക് വീണ്ടും 9, 10, 11 എണ്ണം ഉണ്ട് അല്ലെ? ഈ 11 ടീം എയിലുള്ള 11 സബ്ജക്റ്റുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ടീം ബി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 3 സബ്ജക്റ്റിൽ പഠിച്ചാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും. സീ ദ ഡിഫറൻസ്. ഇത്രയും കൂടുതൽ പഠിച്ച് കിട്ടുന്ന 50 മാർക്കാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ, അല്ലെങ്കിൽ ഇത് 3 പഠിച്ച് കിട്ടുന്ന 50 മാർക്കാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുക? ഞാൻ അതാണ് നിങ്ങളുടെ ചോദിക്കാനുള്ളത്. പലരും ഇംഗ്ലീഷും മലയാളവും മാത്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സബ്ജക്റ്റുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാണ്. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു സബ്ജക്റ്റ് പ്രയോറിറ്റൈസ്. ഇംഗ്ലീഷും മലയാളം മാത്സും നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അല്ലെ? രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു അല്ലെ? അതേ രീതിയിലേക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതായത് MEMനെ മാറ്റിയെടുക്കണം. അത്രയും ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ വർഷവും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും, മെയിൻസ് ക്ലിയർ ആവില്ല. ഒരുപാട് പേരുണ്ട് അങ്ങനെ. എല്ലാ വർഷവും പ്രിലിംസ് പഠിക്കുന്നൊന്നുമില്ല, ഒന്നും അങ്ങനെ വലിയ പഠിത്തമൊന്നുമില്ല, എന്തൊക്കെ ഇങ്ങനെ നോക്കി പോയി പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. അതിൽ അവര് ഭയങ്കരമായിട്ട് കമാൻഡ് ഉള്ളവരായിരിക്കും. പറയാറുണ്ട് 50ൽ നിങ്ങൾക്ക് ഒരു 35 മാർക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയാല് നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈഡ് ആയി. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്. ഓക്കെ, ഞാനൊന്ന് ഇറേസ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബ്രോഡ് ഐഡിയ കിട്ടുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി തുടങ്ങുന്നുണ്ട് അല്ലെ? രണ്ടും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ടീം എയും ടീം ബിയും രണ്ടുപേരും നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ആവശ്യമുള്ളവരാണ്. നിങ്ങൾ ടീം എക്ക് മാത്രമാണ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ടീം എയെയും ടീം ബിയെയും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ? ടീം എയിൽ തന്നെ സിലബസ് തന്നെ നമുക്ക് സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇന്ത്യൻ പോളിറ്റി ആണ്, ഭരണഘടന. ഓക്കെ, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ക്വസ്റ്റ്യൻസ് 5 മാർക്കാണ് നമുക്ക് പ്രിലിംസിനുള്ളത്. ഏകദേശം ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാം, പ്രിലിംസിന് വേണ്ടി പ്രിഡിക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതും ഇന്ത്യൻ പൊളിറ്റിക്ക് 5 മാർക്കിൽ ഈ 3 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ലക്ഷ്മികാന്ത് മുഴുവനായിട്ട് അടിച്ചു പെറുക്കി വായിക്കൊന്നും വേണ്ട. സെലക്ടഡ് ആയിട്ട് സബ്ജക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ എക്കണോമിക്സ് പഠിക്കും. എക്കണോമിക്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സിവിക്സ് പഠിക്കും. സിവിക്സും പൊളിറ്റിയും രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ്, പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് പൊളിറ്റിയുടെ ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സിവിക്സിന്റെ ഒരുപാട് ടോപ്പിക്കുകൾ അതിൽ ഓവർലാപ്പ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്, അതിനുശേഷം ഇന്ത്യൻ ഹിസ്റ്ററി, അതിനുശേഷമാണ് കേരള ഹിസ്റ്ററി. പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാർ കേരള ഹിസ്റ്ററിയിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്? കേരള ഹിസ്റ്ററി അല്ല, ഹിസ്റ്ററി PSCയെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിക്ക് 10 മാർക്ക്. ഓക്കെ, മൂന്ന് ഹിസ്റ്ററികളുണ്ട്, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ആസ് വെൽ ആസ് ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, എല്ലാ വർഷവും നമുക്ക് കേരള ഹിസ്റ്ററിയിൽ 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
എന്തായാലും 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഹിസ്റ്ററിയുടെ റിസോഴ്സസും തപ്പിപ്പോയി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു സോഴ്സ് ഉണ്ടാവും. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു സോഴ്സ് ഉണ്ടാവും. കേരള ഹിസ്റ്ററിയുടെ സോഴ്സ് നമ്മൾ തപ്പിപ്പോവുകയാണെങ്കിൽ ഒരുപാട് സോഴ്സ് നിന്നാണ് PSC ക്വസ്റ്റ്യൻസ് എടുക്കാറുള്ളത്. ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമായിരിക്കും, എല്ലാവർക്കും കിട്ടുന്ന രീതിയിലായിരിക്കും. ബാക്കി 2 ക്വസ്റ്റ്യൻസ് നല്ല കടുപ്പമുള്ള അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേരള ഹിസ്റ്ററിയിൽ ചോദിക്കാറുള്ളത്. ചിലപ്പോൾ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ മെറ്റീരിയൽ ആവും. ശ്രീധരൻ അറിയാലോ, മേനോന്റെ ബുക്ക്. ഓക്കെ, അതിൽ നിന്നൊക്കെ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാണെങ്കിലും ഇപ്പൊ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. ആ ബുക്കൊക്കെ ഒരുപാട് പേര് കാണാപ്പാടം പഠിച്ചു, പക്ഷെ എന്താ ഇപ്പൊ അതിന് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോ കേരള ഹിസ്റ്ററീസ് PSC ഭയങ്കരമായിട്ട് സോഴ്സ് മാറ്റുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ആഴത്തിലായിട്ടുള്ള സോഴ്സ് ആണ് എടുത്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 2-3 മാർക്കിന് വേണ്ടിയിട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, പഠിക്കണം, കേരള ഹിസ്റ്ററി പഠിക്കേണ്ട എന്നല്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരുപാട് ട്രാവൻകൂർ രാജാക്കന്മാരൊക്കെ ഓൾറെഡി പണ്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും പൊടിയൊക്കെ മുട്ടി തട്ടിയെടുത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചോദിക്കുന്നതാണ്. അപ്പം നമുക്ക് എലിമിനേഷൻ ഒക്കെ യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് കേരള ഹിസ്റ്ററി പഠിക്കണം, പക്ഷെ ഒരുപാട് സോഴ്സിന് പുറകെ നിങ്ങൾ പോകാൻ പാടില്ല. കേരള ഹിസ്റ്ററി പഠിക്കുന്നതിന് മുമ്പ് തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിക്കണം. കാര്യം ക്വസ്റ്റ്യൻസ് അവിടുന്ന് കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ചുകൂടി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് ഇപ്പം തന്നെ പ്രെഡിക്ട് ചെയ്യാം അല്ലെ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ നോക്കിയാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. സോ ഹിസ്റ്ററിയുടെ കാര്യം പഠിക്കേണ്ട എന്നല്ല, നിങ്ങൾ ഇപ്പം പഠിക്കുന്നത് പഠിക്കുക, പക്ഷെ അതിന്റെ പുറകെ ഇങ്ങനെ സോഴ്സും തപ്പി പോവാതിരിക്കുക. ഓക്കെ, 3 മാർക്കല്ലേ, ബാക്കി 97 മാർക്ക് അപ്പുറം ഉണ്ട്. ഓക്കെ, ബാക്കി 97 മാർക്ക് അപ്പുറം ഉണ്ട്. 3 മാർക്കിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമുക്കിവിടെ ഹിസ്റ്ററിയിൽ PhD എടുക്കാനോ ഡോക്ടറേറ്റ് എടുക്കാനോ അല്ല നമ്മുടെ ഉദ്ദേശം. 3 ക്വസ്റ്റ്യൻസിൽ ഒരു 2 ക്വസ്റ്റ്യനോ 1 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ നമുക്ക് ശരിയായി കിട്ടിയാൽ തന്നെ ദാറ്റ് ഈസ് ഓക്കെ. ഓക്കെ, അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കും. ഓക്കെ, ജിയോഗ്രഫി, സയൻസ് ആൻഡ് ടെക്, ആർട്സ്, സ്പോർട്സ് ആൻഡ് കൾച്ചർ പ്ലസ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നറിയാമോ എപ്പോഴും ആർട്സ്, സ്പോർട്സ്, കൾച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പോകുക, സിലബസ് എടുക്കുക, ആർട്സ്, സ്പോർട്സ്, കൾച്ചർ ആൻഡ് കറണ്ട് അഫയേഴ്സ്, അത് കൂടിയിട്ടാണ് 10 മാർക്ക്. അല്ലാതെ ആർട്സ്, സ്പോർട്സ്, കൾച്ചറിന് മാത്രമല്ല 10 മാർക്ക് ഉള്ളത് അല്ലെ. കറണ്ട് അഫയേഴ്സ് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ മെയിൻസിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് പ്രിലിംസിനൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് കൂടുതൽ പ്രതീക്ഷിക്കാം. ആർട്സ്, സ്പോർട്സ്, കൾച്ചറിനൊക്കെ ഗിവ് ലെസ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ഇതായിരിക്കണം നമ്മുടെ സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ. ഇത് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ നമ്മൾ ആ സബ്ജക്ട് വരുമ്പോൾ മെന്റർഷിപ്പ് സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരും. ടീം എ ക്ലിയർ ആണല്ലോ. ടീം എയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനി ടീം ബി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, 3 പേരുണ്ട് അല്ലെ, MEM. ഇതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ്? ലേൺ PYQ. ഓക്കെ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് PYQ തന്നെ ശരണം. PYQ അപ്രോച്ച് ബേസ് ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് എടുക്കുക, ക്വസ്റ്റ്യൻസ് എടുക്കുക, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക, ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ടെൻസസ് 1 അല്ലെ, അനോണിം, സിനോണിം, ഇതൊക്കെ നമുക്ക് അറിയാം. ഇംഗ്ലീഷിൽ ഏതൊക്കെ പോർഷൻ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്താ, എന്നാലും മാർക്ക് കിട്ടൂല അല്ലെ. അപ്പൊ എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അപ്രോച്ച് വെച്ച് പഠിക്കുക. അല്ലാതെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ആ ബുക്ക് തുടങ്ങുക, 1 മുതൽ 100 വരെ അങ്ങനെ വായിക്കല്ല പറഞ്ഞത്. ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ച 1 മാർക്ക് ഉറപ്പാ അല്ല. സിനോണിം അനോണിം പഠിച്ചാൽ ഒരു. സോ ഞാനിവിടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. ഓഫ് കോഴ്സ് യു ഗൈസ് നോ ഇറ്റ്, നിങ്ങൾക്ക് അറിയാം. അവിടെ ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഡേ 60 ഡേ 70 ഓക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിന്റെ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ചാനലിൽ പോവുക. ഇതുവരെ നിങ്ങൾ ക്ലാസ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ, കണ്ടില്ലെങ്കിൽ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ പ്രോപ്പറായി അവിടെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ലീവ് ഇറ്റ്, ഇപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. കാണാത്തവരാണെങ്കിൽ ഡേ 1 മുതലുള്ള എടുക്കുക, പഠിക്കുക. ഓക്കെ, ദി ബെസ്റ്റ് ചാനൽ. ഓക്കെ, കണ്ടന്റ് ഒക്കെ ഹൈ ക്വാളിറ്റി ആണ്. ഞാൻ അങ്ങനെ ഒരു ചാനലിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബട്ട് ഫ്രീ കണ്ടന്റ് കാണുമ്പോൾ നമ്മളത് യൂസ് ചെയ്യണം. പലർക്കും ഫ്രീ കണ്ടന്റ് എന്ന് കാണുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓക്കെ, അതേപോലെ തന്നെ മലയാളം ഓൾസോ. മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വെച്ച് പഠിച്ചാൽ 6 to 7 മാർക്സ് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, അതിനും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ബെൽ മലയാളം. ഓക്കെ, അവിടെയും ഇതേ രീതിയിൽ ഡെയിലി ടൈം ടേബിളും ഡെയിലി കാര്യങ്ങളും ഓഡിയോ ക്ലാസ്സും ഒക്കെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് PDF എങ്കിലും റീഡ് ചെയ്യാം. ഇനി മാത്സിന്റെ സ്ട്രാറ്റജി സംതിങ് ഡിഫറെന്റ്.
ഓക്കെ. എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചു മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, സബ്ജക്ട് വൈസ് പഠിക്കണോ, സബ്ജക്ട് അല്ല ടോപ്പിക് വൈസ് പഠിക്കണോ, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഉത്തരം ഡു മിക്സ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. നിങ്ങൾ ഡെയിലി എന്താ പറയാ ഒരു ടോപ്പിക് എടുത്ത് ഡെയിലി രാവിലെ എഴുന്നേച്ച് ആവറേജിന്റെ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. പക്ഷേ എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് ഡു മിക്സ്ഡ് ക്വസ്റ്റ്യൻസ്, മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇംഗ്ലീഷും മലയാളം പോലെ ചുമ്മാ ഒരുപാട് നോട്ടും പേപ്പറും ഒന്നും എഴുതിയിട്ട് ഇങ്ങനെ അട്ടിക്കുള്ള നോട്ടൊന്നും മാത്സിന് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മാത്സിന് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഡു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രാക്ടീസ് ഇറ്റ് ആൻഡ് മേക്ക് മാസ്റ്റർ ഇറ്റ്. അതാണ് നിങ്ങൾ മാത്സിന് ചെയ്യേണ്ടത്. ഓക്കെ, മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണം, എവിടെ കിട്ടും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഏത് ഡിഗ്രി ലെവലായിട്ട് ഇപ്പൊ 2021, 22, 23, 24 കഴിഞ്ഞല്ലോ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഓരോ എക്സാമിന്റെ എടുക്കുക, ചെയ്യുക. പ്രിലിംസിന്റെ വെച്ച് തുടങ്ങുക, മെയിൻസിന്റെ എടുക്കുക, ചെയ്യുക. ഡിഗ്രി ലെവലിൽ തന്നെ ചെയ്യണം കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിലിംസ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബിൽ പോകുക. അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 2021 ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചാൽ വളരെ ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള സൊല്യൂഷൻസ് നോക്കി ചെയ്യാം. ഓക്കെ, ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും ഉദ്യോഗാർത്ഥികൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ വ്യൂ ഉള്ളത് മാത്രം നല്ല വീഡിയോസ് ഒന്നും എനിക്ക് അഭിപ്രായമില്ല. വ്യൂ ഇല്ലാത്ത ഒരുപാട് വീഡിയോസും ഉണ്ട്. മാത്സിന് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരുപാട് ഇങ്ങനെ ചെയ്തോളാം. ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ചെയ്തു പോവുക. പ്രീവിയസ് തന്നെ. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, മലയാളം ഇംഗ്ലീഷ് മാത്സിൽ ഇഫ് യു ക്യാൻ സ്കോർ 30+ ഓർ 35 നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈഡ് ആവും. മനസ്സിലായോ? പ്രിലിംസ് ഇവഞ്ച്വലി ക്വാളിഫൈഡ് ആയിക്കോളും. അല്ലാതെ ടീം എനെ മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു, ടീം ബിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ക്വാളിഫൈ ചെയ്യില്ല. ടീം ബിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു 35 കിട്ടുകയാണെങ്കിൽ ഇവഞ്ച്വലി നിങ്ങൾ പാസ്സാവും. ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാവും. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്ലാൻ ഉണ്ടാവേണ്ടത്. അല്ലാതെ ചുമ്മാ സിലബസ് എടുത്ത് എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഡെയിലി ടൈം ടേബിൾ ഇപ്പൊ ഞാൻ എങ്ങനെ തരാന്നറിയോ? ഓക്കെ, ഡെയിലി ഡേ 1 ഇങ്ങനെയായിരിക്കും. ലാഫോഴ്സയുടെ ഡേ 1 പൊളിറ്റി നിങ്ങൾ ഇത് പഠിക്കണം, ഇത് പഠിക്കണം, ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ടൈം ടേബിൾ തരും. ഇംഗ്ലീഷ് നിങ്ങൾ ഇത് പഠിക്കണം അല്ലെ, ഡേ 1 വൊക്കാബുലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണം. അതിന്റെ കൂടെ മലയാളം ഇത് പഠിക്കണം. അല്ല, മലയാളം പഠിക്കണം, ഇംഗ്ലീഷും മലയാളം. ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡേ 2 എന്ത് ചെയ്യും? ഇംഗ്ലീഷും മാത്സ്. അങ്ങനെ മാത്സ് മലയാളം ഇംഗ്ലീഷ് മാത്സ് അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ദിവസം തന്നെ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം മാത്സും എല്ലാം പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷും മലയാളം കുറച്ച് നോക്കുക. ഓക്കെ, കുറച്ച് പഠിക്കുക. ഗ്രാജുവൽ ആയിട്ട് ഇതൊരു എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു സിലബസും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. ഇത് വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. നമ്മുടെ പേഷ്യൻസും കൂടി PSC ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. പതുക്കെ തുടങ്ങുക, പതുക്കെ ഗ്രാജുവൽ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളിപ്പോ ഒട്ടും പഠിക്കാത്ത ഒരു വ്യക്തിയാണ് അല്ലെ, നാളെ മുതൽ ഒരു 3 മണിക്കൂർ പഠിക്കുക, 4 മണിക്കൂർ പഠിക്കുക. ഓൾറെഡി ഇപ്പൊ 3 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു 5 മണിക്കൂർ പഠിക്കുക. അങ്ങനെയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കാൻഡിഡേറ്റ്സ്. കുറച്ച് പേര് പറയും ഞാനിപ്പോ 5 മണിക്കൂർ 6 മണിക്കൂർ പഠിക്കുന്നുണ്ടെന്ന്. അത് കണ്ട് നിങ്ങൾ ഒട്ടും പഠിക്കാത്ത ഒരാളാണെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നാളെ തന്നെ 6 മണിക്കൂർ പഠിക്കാൻ ഇരിക്കരുത്. ഗ്രാജുവൽ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഇംഗ്ലീഷും മലയാളം ഞാൻ പറഞ്ഞല്ലോ, ചാനലും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നാളെ നമ്മുടെ ലാഫോഴ്സ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അല്ലേ? So, your duty is to follow
the timetable and be consistent. Consistency is the key. Consistency ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ട് 2-3 ദിവസം ഇരുന്ന് പഠിച്ചു, 3-ാമത്തെ ദിവസം പഠിക്കുന്നില്ല, എവിടെയോ പോയി, 4-ാമത്തെ ദിവസം പിന്നെ 2 ദിവസം പഠിച്ചില്ല, അതിൽ ഒരു കാര്യമില്ല കേട്ടോ. അതാണ് നമ്മളും ടോപ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ബിസി ആയിപ്പോ, വി ആർ ഹ്യൂമൻസ്, ഇല്ലാന്നല്ല. പക്ഷെ ആ ദിവസം പോലും പറ്റുമെങ്കിൽ 1-2 മണിക്കൂർ നമ്മൾ എന്തെങ്കിലും പഠിക്കാതിരിക്കുക. കൺസിസ്റ്റൻസിയാണ് എല്ലാത്തിനും കാരണം. പിന്നെ റിവിഷൻ. കൺസിസ്റ്റൻസി ആൻഡ് റിവിഷൻ വിൽ മേക്ക് സക്സസ്. ഓക്കെ, സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കലണ്ടറിനെ കുറിച്ചുള്ള അതെങ്ങനെയാണ് യൂസ് ആക്കുക എന്നുള്ളത് കാര്യം ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു. പൊളിറ്റിയുടെ ഫസ്റ്റ് സ്ട്രാറ്റജി സെഷൻ നാളെ 10 മണിക്ക് മുമ്പായിട്ട് നമ്മുടെ ലാഫോഴ്സ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഇംഗ്ലീഷും മലയാളം മാത്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, റൈറ്റ്. ഞാൻ ഒന്നുകൂടി പറയാണ്, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഇന്നഫ്. പ്രിലിംസ് നിങ്ങൾ ഭംഗിയായി ക്ലിയർ ചെയ്യും. അല്ലാതെ ചുമ്മാതെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുറെ ക്ലാസ്സുകൾ റെക്കോർഡിങ്സ് അങ്ങോട്ട് ഇട്ട് തരിക, എന്നിട്ട് നിങ്ങളോട് ഇത് പഠിക്കുക, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പഠിക്കേണ്ടത് എന്താണ്, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങളുടെ ഡ്യൂട്ടി ഈസ് ടു സ്റ്റഡി. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, സോ ഫ്രീ ഇനിഷ്യേറ്റീവ് ആണ്. അതിന്റെ പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾ ഈ ലൈവ് കാണുകയാണെങ്കിൽ ജസ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി റെക്കോർഡിങ്സ് എന്തായാലും ഇടും. ഓക്കെ, ലേറ്റ് ആയിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ റെക്കോർഡിങ്സ് എന്തായാലും ഉണ്ടാവും. സോ നമ്മുടെ ഫസ്റ്റ് മെന്റർഷിപ്പ് സെഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെക്ഷനും PYQ എല്ലാം ഡിസ്കസ് സെക്ഷൻസും എല്ലാം നമുക്ക് വെക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മെന്റർഷിപ്പ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ കീപ് ലേണിംഗ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ ഈ വർഷം ടോപ്പ് 100 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ, ടോപ്പ് 50. ഓക്കെ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് പ്രിലിംസ്. ഓക്കെ, പ്രിലിംസ് ഒക്കെ ഇപ്പൊ ഒരുപാട് പേര് എല്ലാ വർഷവും ഞാൻ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വർഷം ക്വാളിഫൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരിക്കുകയാണ്. ഒന്നും വിചാരിക്കേണ്ട, ഈ വർഷത്തെ പ്രിലിംസ് നല്ല കടുപ്പായിരിക്കും. PSC ഡെപ്തിലേക്ക് ഇറങ്ങും, ആഴത്തിലേക്ക് ഇറങ്ങും, അതിനനുസരിച്ച് നമ്മളും പഠിക്കണം. സോ SIക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, SI ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ എയിം ടോപ്പ് 50 വരണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ടോപ്പ് 100 വന്ന് ജോലി ഉറപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് യു ഹാവ് ടു ബി, നിങ്ങൾ വേറിട്ട് മാറി നിൽക്കണം, അല്ലെ? വേറിട്ട് മാറി നിൽക്കണം. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ വീണ്ടും അടുത്ത പ്രിലിംസിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇല്ലാക്കാതെ ജോലി ഉറപ്പിക്കുക. ഓക്കെ, സോ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ, ഡോണ്ട് വെറി. എന്റെ ID നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അല്ലെ, അജ്മൽ. ഓക്കെ, UPSC KAS 2024-1 എന്ന് ടെലിഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാൽ എന്റെ ID കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, ബൈ.